വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎം നേരിടാൻ പോകുന്നത് അതികഠിനമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്കും അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ പരാമർശവും വിശദീകരിക്കേണ്ടി വരുന്നതിനൊപ്പം ചർച്ചയാകാൻ പോകുന്നത് രാഷ്ട്രീയ പകപോക്കലിന് ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ നടത്തിയ കള്ളക്കളികളാണ്. വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടാൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസും ഇടപെട്ടു എന്ന സുപ്രധാന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരികയാണ്. വൈഷ്ണയ്ക്കെതിരായ പരാതിയിൽ മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാരാണ് വൈഷ്ണ ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി അവിടുത്തെ താമസക്കാരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിയത് എന്ന് തെളിവ് സഹിതം പുറത്തുവന്നു. ഈ ജീവനക്കാർക്ക് വൈഷ്ണയ്ക്കെതിരായ പരാതിയുടെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം മേയറുടെ ഓഫീസ് അനധികൃതമായി ഇടപെട്ട് വോട്ട് വെട്ടാൻ കൂട്ടുനിന്നു എന്നാണ്. സ്വാഭാവികമായും മേയർ ആര്യ രാജേന്ദ്രൻ കൂടി ഇതിന് മറുപടി പറയേണ്ടി വരും. മേയറുടെ ഓഫീസിലെ ജീവനക്കാർ എത്തിയതിന് തെളിവായി വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. സിപിഎമ്മിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്ന് ഈ വിവരത്തോടെ തെളിയുകയാണ്. കോർപ്പറേഷനിലെ ഇലക്ഷൻ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന് സമാന്തരമായാണ് പ്രൊജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെ മേയറുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ സമാന്തരമായി ഇടപെട്ടത്. വൈഷ്ണയുടെ വിലാസത്തിൽ നൽകിയിട്ടുള്ള 18/564 എന്ന നമ്പർ വീട്ടിലെത്തി അവിടെയുള്ള താമസക്കാരിൽ നിന്ന് തങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എന്നും 2 വർഷമായി മറ്റാരും ഇവിടെ ഇല്ല എന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചു എന്നാണ് ആരോപണം. ഇതിന് തെളിവായി വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ ഇലക്ഷൻ സെൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ച വിവരത്തിന് ഘടകവിരുദ്ധമാണ് ഈ തെളിവ്. കോർപ്പറേഷൻ ഇലക്ഷൻ സെല്ലിലെ ക്ലർക്ക് GM കാർത്തികയും ഹിയറിംഗ് നടത്തിയ സൂപ്രണ്ട് പ്രതാപചന്ദ്രനും മാത്രമാണ് വോട്ട് വെട്ടലിൽ ഇടപെട്ടിട്ടുള്ളൂ എന്ന ഇലക്ഷൻ സെല്ലിന്റെ വാദമാണ് ഇതോടെ പൊളിയുന്നത്. ഇതോടെ സിപിഎം പാർട്ടി തന്നെ രാഷ്ട്രീയമായി ഇതിന് മറുപടി പറയേണ്ടി വരും. സ്വന്തം ഓഫീസ് ജീവനക്കാർ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടോ എന്ന കാര്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും കൃത്യമായ ഉത്തരം നൽകണം. വോട്ട് വെട്ടിയത് നിയമവിരുദ്ധമായാണ് എന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയതാണ്. വോട്ട് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ വൈഷ്ണയ്ക്ക് മത്സരിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സം നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ സിപിഎം നേതാവ് ധനേഷ് കുമാർ പരാതി നൽകി എന്നതിനപ്പുറം ഇതിനു വേണ്ട തെളിവുകളോ ഒന്നും ഹാജരാക്കിയിരുന്നില്ല. ഇതെല്ലാം സിപിഎം നടത്തിയ രാഷ്ട്രീയ നാടകമാണ് വോട്ട് വെട്ടൽ എന്ന ആരോപണത്തിന് ശക്തി പകരുന്നു. കോർപ്പറേഷൻ ഇലക്ഷൻ സെല്ലിന്റെ ഇടപെടൽ നിയമവിരുദ്ധമാണ് എന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ വോട്ട് ഒഴിവാക്കാനുണ്ടായ നടപടിക്രമങ്ങളിലെ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ ഇനിയും കോടതി കയറും. കൂടുതൽ ശക്തമായ നിയമ പോരാട്ടങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വഴിയൊരുക്കിയ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കോൺഗ്രസ് പരാതി നൽകും. ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുകയാണ് എന്നും ഉടൻ തന്നെ പരാതി നൽകുമെന്നും മുതിർന്ന നേതാവ് കെ മുരളീധരനും പാർട്ടി തീരുമാനിക്കുമെന്ന് വൈഷ്ണ സുരേഷും പ്രതികരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടൽ, ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി എന്നീ കാര്യങ്ങളിൽ കോടതി തീരുമാനത്തിന് ശേഷം അക്കാര്യം ആലോചിക്കാമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് അദ്ദേഹം മുതിർന്നിട്ടില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ പാകത്തിലുള്ള വീഴ്ചകളാണ്. ഇതിന്റെ ചുവട് പിടിച്ചാണ് കോൺഗ്രസ് പരാതിയുമായി മുന്നോട്ടു പോകുന്നതും. വൈഷ്ണ ഹൈക്കോടതിയിൽ വരെ എത്തി വോട്ട് തിരിച്ചു പിടിച്ചുവെങ്കിലും ഇത്തരത്തിൽ പരാതി നൽകി എത്ര പേരുടെ വോട്ട് ഒഴിവാക്കിയിട്ടുണ്ടാകാം എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ചോദിക്കുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചനയും സമ്മർദ്ദവുമാണ് ഇത്തരമൊരു ക്രിമിനൽ പ്രവൃത്തിക്ക് പിന്നിലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇനിയൊരു ഇര കൂടി ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടാതിരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കോൺഗ്രസ് നിയമ പോരാട്ടം ആരംഭിക്കുന്നത്. മുട്ടട വാർഡിലെ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പമുള്ള വീട്ടു നമ്പർ ശരിയല്ല എന്ന് കാട്ടി സിപിഎം ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി വി സജികുമാറിന് പരാതി നൽകിയത്. വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 18/564 എന്ന വീട്ടു നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ല എന്നും മറ്റൊരു കുടുംബമാണ് താമസിക്കുന്നത് എന്നുമായിരുന്നു പരാതി. ഈ പരാതി പ്രകാരം ഹിയറിംഗിന് വൈഷ്ണയെയും ധനേഷിനെയും വിളിപ്പിച്ചുവെങ്കിലും വൈഷ്ണ ഹാജരായി. ധനേഷ് ഹാജരായതുമില്ല. ഹിയറിംഗിൽ തന്റെ കുടുംബം മുട്ടടയാണ് എന്നും മറ്റെവിടെയും തനിക്ക് വോട്ടില്ല എന്നും വൈഷ്ണ അറിയിച്ചു. 3/564 എന്ന വീട്ടു നമ്പർ വോട്ടർ പട്ടികയിൽ 18/564 എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്നും മുട്ടട വാർഡിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടിക പ്രകാരം വോട്ട് നിലനിർത്തണമെന്നും വൈഷ്ണ അഭ്യർത്ഥിച്ചു.
പക്ഷേ ഉദ്യോഗസ്ഥർ മുൻവിധിയോടെയാണ് വൈഷ്ണയെ കേട്ടത് എന്ന് പിന്നീട് വ്യക്തമായി. പകൽ ഹിയറിംഗിനെത്താതിരുന്ന ധനേഷ് വൈകുന്നേരം വൈഷ്ണയുടെ അസാന്നിധ്യത്തിലെത്തി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വാദങ്ങൾ അപ്പാടെ തള്ളി പേര് ഒഴിവാക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടലും എടുത്തു പറയേണ്ടതാണ്. കോർപ്പറേഷൻ സൂപ്രണ്ട് GR പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടും വൈഷ്ണയ്ക്ക് എതിരായിരുന്നു. TC 18/564 വൈഷ്ണ താമസമില്ല എന്നും ഈ നമ്പറിൽ മറ്റാർക്കും വോട്ട് ചേർക്കാൻ അനുവാദം നൽകിയിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ റിപ്പോർട്ടിന്റെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കാം എന്ന് റിപ്പോർട്ട് ശുപാർശയും ചെയ്തു. ക്ലാർക്ക് ബിൽ കളക്ടർ തസ്തികയിൽ ജോലി നോക്കുന്ന GM കാർത്തികയുടെ റിപ്പോർട്ടും TC 18/564 നമ്പറിൽ വൈഷ്ണ താമസമില്ല എന്ന് ബോധ്യപ്പെട്ടുവെന്നും വീട്ടുടമസ്ഥർ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതായും വ്യക്തമാക്കി. വീട്ടു നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് എന്ന വൈഷ്ണയുടെ സത്യവാങ്മൂലം മുഖവിലക്കെടുക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നതിന്റെ തെളിവാണ് ഈ റിപ്പോർട്ടുകളെല്ലാം. വൈഷ്ണയുടെ ഹിയറിംഗ് സമയത്ത് പരാതിക്കാരനായ ധനേഷ് കുമാർ ഹാജരായില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി തന്നെ പരാതി തള്ളാനും അപ്പോൾ തന്നെ വൈഷ്ണയ്ക്ക് അനുകൂലമായി തീരുമാനമെടുക്കാനും സാധിക്കുമായിരുന്നു. എന്നിട്ടും അത് ചെയ്യാതെ ധനേഷിന് വൈഷ്ണയുടെ അസാന്നിധ്യത്തിൽ മൊഴി നൽകാൻ അവസരം നൽകിയത് അനധികൃതമായാണ്. ഇത് തെറ്റായ നടപടിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. രാഷ്ട്രീയ ഇടപെടലിന്റെ തെളിഞ്ഞ ഉദാഹരണമാണ് ഇത്. വൈഷ്ണയുടെ വോട്ട് പുനഃസ്ഥാപിക്കപ്പെട്ട സാഹചര്യത്തിൽ വൈഷ്ണ നടത്തിയ നിയമ പോരാട്ടവും കോൺഗ്രസിന്റെ രാഷ്ട്രീയ പോരാട്ടവും CPM-ന് തിരിച്ചടിയാകും എന്നാണ് പലരും പറയുന്നത്. എന്തായാലും അത് വോട്ടെടുപ്പ് കഴിഞ്ഞാലേ അറിയാനാകൂ. അതുവരെ കാത്തിരിക്കാം.